ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. വളരെ ട്രിക്കി ആയിട്ടുള്ള മാർക്കറ്റാണ് ഇന്നുള്ളത്. നമ്മൾ വളരെ സിമ്പിൾ ലോജിക്കൽ ചിന്തിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 20,000 കോടി രൂപയ്ക്ക് മുകളിൽ FIS സെല്ല് ചെയ്തു. ഒരു സിംഗിൾ ക്യാൻഡിൽ സെൻസെക്സിൽ ഏകദേശം ഒരു 700 പോയിൻറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. MSME റീ അഡ്ജസ്റ്റ് ചെയ്ത് വഴി ഇന്ത്യൻ നിഫ്റ്റിയുടെ വെയിറ്റേജ് കുറഞ്ഞു, FI ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എൻ്റെ പോയിൻ്റ് അതിലേക്കല്ല. വെള്ളിയാഴ്ച ദിവസം പുട്ട് ആരെങ്കിലും ഹോൾഡ് ചെയ്ത് ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവും, കാശ് വാരാമെന്ന് കരുതിയ ആളുകളെ സംബന്ധിച്ച് രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് മാത്രമല്ല, വീണ്ടും മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് പോയി +150 വരെ പോയി. മിക്കവാറും എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതേ മാർക്കറ്റ് തിരികെ വീണ്ടും താഴേക്ക് ഇടിഞ്ഞു എന്നുള്ളതാണ്. 6 പോയി മാർക്കറ്റ്. ഇന്ന് നിങ്ങളുടെ മാർക്കറ്റ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോടായിരുന്നു ഞാൻ. ഇന്നലെ രാത്രിയാണ് എത്തിയത്. കോഴിക്കോട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് അവിടെ ഇന്നലെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് 7th, അത് 7-ാം തീയതി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെ നല്ല മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സ് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ അത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലൊരു നമ്മളുടെ ഒരു ഗ്രൂപ്പ്, ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പാണ് കേട്ടോ, അതിലേക്കുള്ള ലിങ്കാണ്. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ സൂം ലിങ്ക് അവിടെ അയക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വേറെ ഹിഡൻ അജണ്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു ഏകദേശം ഒരു 2 മണിക്കൂറിൽ താഴെയുള്ള ഫ്രീ ആയിട്ടുള്ളൊരു മാസ്റ്റർ ക്ലാസ്, മ്യൂച്വൽ ഫണ്ടിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ക്ലാസ് ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, എല്ലാവർക്കും ജോയിൻ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ബാക്ക് ടു മാർക്കറ്റ്. നിഫ്റ്റി ഇന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടു. എസ്പെഷ്യലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ എല്ലാം തന്നെ നമ്മൾ വലിയ തോതിലുള്ളൊരു സെല്ല് കണ്ടതും മാത്രമല്ല, നമ്മുടെ പുട്ട് കോൾ റേഷ്യോ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് എല്ലാം തന്നെ 0.5 താഴെയാണ്. അതീവ ഭീരുഷായ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിൽപ്പ്. റീബൗണ്ട് ആവുമെന്ന് നമുക്കറിയില്ല. ഒരുപാട് റീസൺ ഉണ്ട്. പ്രധാനമായിട്ടും ഇന്ന് HUL, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ശ്രീരാം ഫിനാൻസ്, മാക്സ് ഹെൽത്ത് കെയർ, ITC പോലെയുള്ള കമ്പനീസാണ് നിഫ്റ്റി 50-ൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ടെക്കമും ഇൻഫോസിസും ഉൾപ്പെടെയുള്ള IT കമ്പനീസ് ഇന്ന് ചെറുത്ത് നിൽപ്പ് നടത്തി. ടെക്കമെല്ലാം തന്നെ 4% ഒരു റാലി കണ്ടു. നിഫ്റ്റി സെൻസെക്സ് 500 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. സെൻസെക്സിൻ്റെ സ്പോട്ടുള്ളത് 74,267 നിഫ്റ്റി 165 പോയിൻറ്റ് ഡിക്ലൈനായി. നിഫ്റ്റി 23,400 താഴെ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി നിഫ്റ്റി ബാങ്കും സ്വാഭാവികമായും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിഫ്റ്റി ബാങ്ക് ഒരു ചെറുത്ത് നിൽപ്പ് നടത്താറുണ്ട്. ഇന്ന് അതുണ്ടായിരുന്നില്ല. നിഫ്റ്റി ബാങ്കും 596 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് ഒന്ന് ഇടിവ് രേഖപ്പെടുത്തി. NMDC ആണ് ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ മികച്ചൊരു പെർഫോമൻസ് നടത്തിയ ഒരു കമ്പനി. കൂടാതെ തന്നെ L&T ഫിനാൻസും അവരുടെ ഫിഫയായിട്ട് ഒരു പാർട്ണർഷിപ്പിന് ശേഷം ഒരു പ്രകടനം നടത്തി. ATGL ഇവിടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയത് കാരണം സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 21,105 കോടി രൂപയുടെ സെല്ലിംഗ് കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം FIS നടത്തിയിരുന്നു. ഇതിനിടെ ഒരു എക്കണോമിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് 4.5% ഒരു ഗ്രോ കണ്ടു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇറാൻ അപ്ഡേറ്റുകൾ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്കൊക്കെ പോകാം. ഇറാൻ അപ്ഡേറ്റുകൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ന് ഉള്ള ഒരു താൽക്കാലിക സീസ് ഫയർ ഉണ്ടെങ്കിൽ കൂടിയും ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആണ് ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക ഇറാനിലെ റഡാർ സംവിധാനങ്ങൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, സൈനിക ഫെസിലിറ്റീസ് എന്നിവയ്ക്കെതിരെ അവരും വ്യോമാക്രമണം നടത്തി എന്നുള്ള ന്യൂസുണ്ട്. ഇസ്രായേലിൽ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ബെയ്റൂട്ടിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും പുതിയ വ്യോമാക്രമണങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഉള്ളത്. അപ്പോൾ എത്തരത്തിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് കണ്ടുവരാതിനു ശേഷം നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കൊക്കെ പോകാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്ത് ഏറ്റവും താഴെന്നാണ് കേട്ടോ നമ്മൾ റീഡ് ചെയ്യുന്നത്. 16.5 ആയി. ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇപ്പോൾ നിൽക്കുന്നത് പോസിറ്റീവാണ്. കൂടാതെ തന്നെ
നാച്ചുറൽ ഗ്യാസ് 3.2, ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്ത് 93 എത്തി, ബിറ്റ് കോയിൻ 2% ഫോളായി 72 ആയി, സിൽവർ 75, ഗോൾഡ് $4,500 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളിലെ കൊച്ചു കൊച്ചു വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല. വിപ്രോ IT കമ്പനി ഷെയർ ബൈബാക്കൊക്കെ പ്രഖ്യാപിച്ച കമ്പനിയാണ്. അപ്പോൾ അവർ അഗ്നി ഗ്ലോബലിൽ $28 മില്യൺ ഒരു അക്വിസിഷൻ എടുത്തു എന്നുള്ള ന്യൂസ്. മെയിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നപ്പോൾ അശോക് ലെയ്ലാൻഡിൻ്റെ സെയിൽസ് 4% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് 1,00,000 യൂണിറ്റ് കടന്ന് 15% ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. PNC ഇൻഫ്ര 194 കോടി രൂപയുടെ ഫ്ലൈ ഓവറിൻ്റെ പ്രൊജക്റ്റ് ലക്നൌവിൽ നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ്. പെർസിസ്റ്റൻസ് സിസ്റ്റം കമ്പനി യൂറോപ്പിൽ ഇവരുടെ AI ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. VIP ഇൻഡസ്ട്രീസ് ഇന്ന് 10% ഒരു റാലി രേഖപ്പെടുത്തിയതാണ്. ഈ ട്രാവൽ ബാഗ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ പുതിയ 3 ഡിസൈനുള്ള ഒരു ബാഗ് അവർ ലോഞ്ച് ചെയ്തു. IEX കമ്പനി അവർ കോൾ എക്സ്ചേഞ്ചായിട്ട് 100% ഓണർഷിപ്പിലുള്ള പുതിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഡിക്സൺ ടെക്ക് അസൂസായിട്ട് അവർ കൊളാബ് ചെയ്തിട്ട് ലാപ്ടോപ്പ് പ്രൊഡക്ഷൻ എല്ലാം തന്നെ ചെയ്യാൻ ധാരണയായി. യുഫ്ലക്സ് കമ്പനി ഇവരുടെ MD പുതിയ റീസൈക്ലിംഗ് ഫെസിലിറ്റി നോയിഡയിൽ അവർ ലോഞ്ച് ചെയ്തു. ഈ ഒരു റീസൈക്കിൾ ഫെസിലിറ്റിയിൽ 40,000 മെട്രിക് ടൺ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. രാജശ്രീ പോളിപാക്ക് കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1000 മെട്രിക് ടണ്ണായിട്ട് ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്കിൽ നിന്ന് 10% റാലി രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിൻറ്റിൻ്റെ വില വർദ്ധിപ്പിക്കാനായിട്ടുള്ള ന്യൂസ് ഉണ്ട്. 2% വരെ വർദ്ധിപ്പിക്കും. HCL ടെക്ക് IT കമ്പനിയാണ്. HCL ടെക്ക് ഇവർ പുതിയ AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് സെറോക്സ് ആയിട്ട് ധാരണയായി എന്നുള്ള ന്യൂസ്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ബാംഗ്ലൂരിലുള്ള ഒരു ടണൽ പ്രൊജക്റ്റ് ഇവർക്ക് ലഭിച്ചു. ടാറ്റ ടെക്നോളജി കമ്പനി ഇവർ സാപ്പായിട്ടൊരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. സുപ്രിയ ലൈഫ് സയൻസ് കമ്പനി 1000 കോടി രൂപയുടെ റവന്യൂ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. MCX പുതിയ സിൽവർ ഫ്യൂച്ചർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസാണ്. ആരുടെയും സമയം നമ്മൾ കവരാതെ വളരെ ചെറിയ സമയത്ത് നമ്മൾ യൂട്യൂബിൽ 8 മിനിറ്റൊക്കെ ആകുമ്പോൾ 2 ആടൊക്കെ റൺ ചെയ്യാൻ സാധിക്കും. എനിക്കതറിയാം, അറിയാനിട്ടല്ല. പല ആളുകളും ചോദിക്കാറുണ്ട് നിങ്ങൾ അതും കൂടി അങ്ങ് 8 മിനിറ്റ് അങ്ങ് ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നമ്മളുടെ 96% വീഡിയോയും 8 മിനിറ്റിൽ താഴെയാണ്. അതായത് ഞാൻ ഓർഗാനിക്കായിട്ട് ചിലപ്പോൾ സമയം പറഞ്ഞ് 8 മിനിറ്റിൽ കൂടുതൽ ചിലപ്പോൾ വന്നേക്കാം, വരാതിരിക്കാം. എൻ്റെ പോയിൻ്റ് നമ്മൾ ഓർഗാനിക് അല്ലാത്ത രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യലായ രീതിയിൽ ലെങ്ത് ഒന്നും കൂട്ടാറില്ല, ചർച്ചകളൊന്നും ചെയ്യാറില്ല. വളരെ ക്വിക്കായിട്ട് ന്യൂസ് പറയാനാണ് എനിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ നിങ്ങൾ തുരിതരെ ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. എപ്പോഴും ബെല്ലൈക്കൺ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറയാറില്ല. നിങ്ങൾ ചെയ്യുക. കാരണം ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ പേരിലേക്ക് എത്താൻ. അല്ലാതെ അത് ഞാൻ ആഗ്രഹിക്കാത്ത ആളൊന്നുമല്ല, തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ.